തുള്ളി പോലെ തുള്ളി നോവിക്കാത്ത ഞാൻ ഒരു മഹാപാവം ചെയ്തു പോയല്ലോ. ഇതെങ്ങനെ ഞാൻ സഹിക്കും? ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? രാജശേഖരൻ തമ്പിയുടെ മനസ്സിൽ ആ പഴയ വൈരാഗ്യം എല്ലാം കിടക്കല്ലേ? അയാൾ അടങ്ങിയിരിക്കോ പ്രിയങ്കേ? അഖില എവിടെയുണ്ടെങ്കിലും അയാള് തിരക്കി പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കും. പഴയൊരു സസ്പെൻഷന്റെ പകം അയാൾ അത്ര പെട്ടെന്ന് മറക്കില്ല. അതിലും വലിയ കൂർമ്മ ബുദ്ധിയല്ലേ അഖിലാണ്ടേശ്വരിക്ക്? പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ അഖില ശ്രമിക്കാതിരിക്കോ? അതുമാത്രമല്ല, രാജശേഖരൻ തമ്പിയുടെ മുകളിൽ അശോക സ്തംഭം തോളിൽ പതിപ്പിച്ച ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അഖിലാണ്ടേശ്വരിക്ക് അവിടെ എല്ലാം പിടിപാടുള്ളതാ. ഒരു ചെറിയ പഴുതുമതി, എല്ലാ പദ്ധതികളും പൊളിയും. അങ്ങനെ സംഭവിച്ച അഖില വെറുതെ ഇരിക്കില്ല. വിലാസിനെ വരുന്നു. വിലാസിനേണ്ടി വരുന്നുണ്ട്. പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള ബാക്കി കഥകൾ ഇപ്പൊ കേക്കാം. ആഹാ, എല്ലാരും കൂടെ ചൂടുള്ള വാർത്തകളൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ? വാർത്തകളുമായി ആന്റി വരൂന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു. അതിനല്ലേ ഞാൻ ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. ആ പഴയ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തില് ഒരു സംഘം പോലീസ് അങ്ങോട്ട് വന്നു. എല്ലാത്തിനെയും പിടിച്ചു വിരട്ടി. എന്നെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോ ഞാൻ ഉള്ള സത്യം എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. എന്ത് സത്യം? ആന്റി എന്താ അവരോട് പറഞ്ഞേ? ആ, ദാസ് കൊല്ലപ്പെട്ട രാത്രിയില് അഖില കാറില് തൃച്ചംബരത്ത് വന്നിറങ്ങിയതും എന്നെ കണ്ടപ്പോ നീ ഒന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഖിലയെ എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഞാനൊരു ആവേശത്തില് പറഞ്ഞു പോയതാ. അത് പുലിവാലാവോ പ്രിയങ്കേ? എന്ത് പുലിവാല ആന്റി? പ്രധാനപ്പെട്ട തെളിവല്ലേ കൊടുത്തത്? ആ, അതായി എനിക്ക് പേടി. ഇനിയിപ്പോ എങ്ങനെ അഖില കേസിൽ നിന്നും തടിയൂരി രക്ഷപ്പെട്ടാലേ പിന്നെ അവരെന്നെ ജീവനോടെ നിർത്തി പൊരിക്കില്ലേ? ദേ, തൃച്ചംബരത്തെ മഹാറാണിയാകാമെന്നുള്ള സ്വപ്നമൊക്കെ പോട്ടെ. കാര്യങ്ങൾ അറിഞ്ഞാലേ സഹദേവേട്ടൻ വരെ എന്നെ കൊന്നുകളയും. അതൊന്നും ഉണ്ടാവില്ല ആന്റി. അഖിലക്കിനി എന്നേക്കുമായി ഒരു കാരാഗ്രഹവാസം. അതിനുള്ള എല്ലാ കെണികളും നമ്മൾ ഒരുക്കി കഴിഞ്ഞു. പക്ഷേ അഖിലയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലല്ലോ. പോലീസ് ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കി. അല്പം മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന അഖില ആ സമയമായപ്പോ അവിടുന്ന് മുങ്ങി. എന്റെ ആന്റി, ഇതൊക്കെ ഒരു തന്ത്രമല്ലേ? ആഹാ, ഇതിന്റെ പിന്നിൽ ആനന്ദും അരവിന്ദുമാണ്. നീ എന്തൊക്കെയായി പറയുന്ന പ്രിയങ്കേ? ആനന്ദിന്റെ അനുമതിയോടെയല്ലേ കല്യാണി അഖിലയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നെ? അപ്പോ ആനന്ദ് അഖിലയെ ഒളിപ്പിക്കാൻ കൂട്ടു നിൽക്കൂ? എന്റെ ആന്റി, അഖിലയെ മറന്നൊരു ജീവിതം ആനന്ദിനില്ല. കല്യാണിയെ പിണക്കുകയും അരുത്. ഇതൊരു പൊടിപടലം ഉണ്ടാക്കി ആനന്ദ് തന്ത്രപരമായി അഖിലയെ അവിടുന്ന് മാറ്റിയതാ. കല്യാണിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് രക്ഷിക്കണമെന്ന ഒറ്റ വാക്ക് അഖിലാണ്ടേശ്വരി പറഞ്ഞാ മതി. അവൾ ആ നിമിഷം കേസ് പിൻവലിക്കും. അച്ഛനെ കൊന്ന കേസിൽ നിന്നും അമ്മായിയമ്മയെ താനായിട്ട് രക്ഷിച്ചു എന്ന ഒരു ക്രെഡിറ്റ് കല്യാണിക്ക് കിട്ടും. സംശയിക്കണ്ട, അഖില ആനന്ദിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആന്റി രഹസ്യമായി ചെന്നൊന്ന് അന്വേഷിക്കും. അതിനിപ്പോ ആനന്ദ് എവിടെയാ താമസിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ തന്നെയാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. കൺമുന്നിൽ കാണുന്നതേ നിങ്ങൾക്കറിയൂ. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അന്വേഷിക്കാറേയില്ല. ആനന്ദും കല്യാണിയും ഇപ്പൊ സുബ്രഹ്മണ്യന്റെ വീട്ടിലുണ്ട്. അഖിലയും അവിടെ ഉണ്ടാവും. സുബ്രുവിന്റെ വീടോ? അതെവിടെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ആ ശരി, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ തിരക്കി പിടിച്ചെത്താം. എന്നിട്ട് അഖിലയെ കാണാൻ ചെന്നതായിട്ട് അവരറിയരുത്. ആനന്ദിന്റെയും കല്യാണിയുടെയും സുഖവിവരം അറിയാൻ ചെന്നതായിട്ട് വേണം അവര് കരുതാൻ. അത് ഞാൻ ഏറ്റു. മാത്രമല്ല, കല്യാണി പ്രഗ്നന്റ് ആയി ഇരിക്കുകയല്ലേ?
അതുകൊണ്ട് കല്യാണിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനെന്ന് പറഞ്ഞു ചെന്നാ സംശയം തോന്നില്ല. അഖില അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം എനിക്ക് ഫോൺ ചെയ്യണം. ഓക്കെ? ഓക്കെ, ഞാൻ എന്തായാലും പോയിട്ട് വരാം. നിക്കേ. ഈ പട്ടാപ്പകൽ അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല. കാരണം കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടി അവര് പുറത്തു പോയിരിക്കും. അതുകൊണ്ട് രാത്രി ചെന്നാ മതി. എന്തെങ്കിലും സംശയം ആനന്ദിന് തോന്നിയോ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ആന്റിക്ക്. ശരി, ഞാൻ ഏറ്റു. എന്നാ ഓക്കെ. ബ്രോ ബ്രോ വാരെന്ത് ഇരിക്ക. ഞാൻ സൽക്കാരം സ്വീകരിക്കണമെന്ന് വന്നതല്ല. എന്റെ അമ്മയെ കാണാനില്ല. ജന്മം തന്ന അമ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വ്യഗ്രതയിലാണല്ലോ ബ്രോ. കൊലപാതകം ആര് ചെയ്താലും അത് കൊലപാതകം തന്നെയാണ്. ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെ കുറ്റം ആര് ചെയ്തോ അവര് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ആരുടെയെങ്കിലുമൊക്കെ പരാതികൾ അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ നിരത്തി ഒരാൾ കൊലപാതകയാണെന്ന് വിളിച്ചു പറഞ്ഞ അയാൾ കൊലപാതക കുറ്റം ചെയ്ത ആളാവണമെന്നില്ല. കുറ്റകൃത്യം ചെയ്തത് അയാളാണെന്ന് പോലീസ് കോടതിയിൽ തെളിയിക്കണം. അതുവരെ പരാതിക്കാരനും പോലീസും സംശയിക്കുന്ന ആ പ്രതി വെറും കുറ്റാരോപിതൻ മാത്രമാണ്. അതെ, സത്യം എന്താണെന്ന് പുറത്തു വരണം. അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി സത്യം തെളിയിക്കാൻ ശ്രമിക്കുന്നതിനിടയില് ബലിയാടാവുന്നത് എന്റെ അമ്മയാ. എന്റെ അമ്മ ഇപ്പൊ കാണാനില്ല. അതിന് കാരണക്കാരി ഈ കല്യാണിയാ. കുറ്റവാളികൾ പോലീസ് പിടിയിലാവാതിരിക്കാൻ ഒളിവിലൊക്കെ പോവും. അമ്മയെ അങ്ങനെ പോയതായിരിക്കും. അതിന് നീ കല്യാണിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ജീവനെ പോലെ സ്നേഹിച്ച മകനും മാനസപുത്രയെ കരുതിയിരുന്ന മരുമകളും കൂടി അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചേ അടങ്ങൂന്ന് പറഞ്ഞപ്പോ അഭിമാനക്ഷേത്രമേറ്റ് എന്റെ അമ്മ എവിടെയെങ്കിലും പോയി തല തല്ലി ചത്തിട്ടുണ്ടാവും. അരവിന്ദ്, ആരെ ബോധ്യപ്പെടുത്താനാണ് എല്ലാം മറന്നു ബ്രോ എന്റെ അമ്മയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്? അതെന്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ. ഭാര്യയുടെ അച്ഛനായിട്ട് മാത്രമല്ല, കുട്ടിക്കാലം മുതൽ സ്നേഹവും വാത്സല്യവും പകർന്ന തെരുവോരത്ത് കിടന്ന് മരിക്കേണ്ടി വന്ന ആ പാവ മനുഷ്യന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി, മരിച്ചുപോയ ആ മനുഷ്യന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ബ്രോയും ഭാര്യയും കൂടി ചേർന്ന് ഈ കാണിക്കുന്നതൊക്കെ ജീവിച്ചിരിക്കുന്ന പെറ്റമ്മയുടെ ചിതയൊരുക്കാനുള്ളതാന്ന് ഓർമ്മിച്ച നന്നായിരിക്കും. ബ്രോ, അന്നും ഇന്നും എന്നും ഞാൻ എന്റെ ബ്രോയെ അനുസരിച്ചിട്ടുണ്ട്. ബ്രോയ്ക്ക് വേണ്ടി ഈ ജീവൻ വരെ കളയാൻ ഞാൻ ഒരുക്കമായിരുന്നു. ബ്രോ കൊലക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാൻ നോക്കുന്ന ആ അമ്മയുണ്ടല്ലോ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ആ അമ്മ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ബ്രോയെ. എന്നെ ഒന്നും അടിക്കും ശകാരിക്കും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. എന്നിട്ടും ബ്രോയ്ക്ക് എങ്ങനെ? എന്നെ പ്രസവിച്ച എന്റെ അമ്മ എനിക്ക് എന്നും പ്രിയങ്കരിയ. ആരെനി എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മ എനിക്ക് ദൈവമാ. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച
പിന്നെ ഞാനില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് എന്ന അഭിമാനമാണ് വലുത്. അപമാനഭാരത്താൽ എന്റെ അമ്മ ആത്മഹത്യ ചെയ്ത വായിക്കരിയിടാനും ശവശരീരത്തിലേക്ക് പൂക്കളർപ്പിക്കാനും തലഭാഗത്ത് പിടിച്ച് ശവം ചിതയിലേക്ക് വെച്ച് തീ കൊളുത്താനും ബ്രോ ആ വഴി വന്നേക്കരുത്. എന്റെ ജീവൻ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യിപ്പിക്കില്ല. സത്യം. ദാസിന് ഞങ്ങളാരും ഒരു ഡ്രൈവറായിട്ടല്ല സാർ കണ്ടിരുന്നത്. അഖിലയ്ക്ക് അയാളൊരു സഹോദരനെ പോലെയായിരുന്നു. അതിലൊക്കെ ഉപരി ഒരു ചെറുജീവിയെ പോലും കൊല്ലാൻ മനസ്സുള്ളവളല്ല. അതെ സാർ, അതെങ്ങനെ സംഭവിച്ചെന്ന് കണ്ടെത്തണം. ഒരിക്കലും അഖിലയ്ക്കതിൽ പങ്കില്ല. അതെ അതെ. മറ്റൊന്ന്, ദാസ് ഞങ്ങളുടെ ഡ്രൈവർ മാത്രമല്ല, ഒരു ബന്ധു കൂടിയാണ്. എന്റെ മകൻ ആനന്ദിന്റെ ഭാര്യ പിതാവ് കൂടിയാ ദാസ്. അതെ അതെ, തൊട്ടടുത്ത ഔട്ട് ഹൗസിലായിരുന്നു താമസം. അത് ഒരു DYSP രാജശേഖരൻ തമ്പി. തൃച്ചംബരത്തോട് മുൻ വൈരാഗ്യമുള്ളതാണ്. പണ്ടൊരിക്കൽ ഇയാളെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഞാനും അഖിലയും സാറിനോട് പറയും. സാർ അത് കാര്യങ്ങൾ തിരക്കി അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അതെ അതെ. ശരി സാർ, ഞാനിവിടെ ഉണ്ടാവും. ശരി, ഓക്കെ ഓക്കെ സാർ. IG ആണ്. അദ്ദേഹം വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ ഇവിടുന്ന് പോവാ അങ്കിൾ. എന്താ മോളെ, എവിടേക്കാ പോകുന്നത്? എന്റെ വീട്ടിലേക്ക്. നിരന്തരം ഇങ്ങനെ ഒന്നൊഴിയാതെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇന്നതേ പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങി. ഇതൊരു തുടർക്കഥയാവും. അതിപ്പോ ഫേസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൃച്ചംബരം അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. വ്യവസായ മേഖലയിൽ ഏറെ പ്രശസ്തമായ കുടുംബം. അതുകൊണ്ട് ശത്രുക്കൾ അനവധിയാണ്. അവരുടെ അസൂയയുടെയും പകപോക്കലിന്റെയും ഭാഗമായി പോലീസ് കേസുകളും ഉണ്ടാവാം. ഇതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ. അതിന് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? ഇത് ശത്രുക്കളുടെ പകപോക്കലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കേസൊന്നും അല്ലല്ലോ. ഈ കേസ് കൊടുത്തിരിക്കുന്നത് തൃച്ചംബരത്തെ മൂത്ത മരുമകളാ. കല്യാണി കൊടുത്തിരിക്കുന്ന ഈ കേസിൽ സംശയിക്കപ്പെടുന്ന ആ പ്രതി തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണ്. എന്താ, അഖിലാണ്ടിക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കാൻ മതിയായ തെളിവുകളുണ്ട്. അഖിലയ്ക്ക് ഈ കേസുമായി ഒരു പങ്കുമില്ലെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഏതൊരു ഭർത്താവിന്റെയും സ്വാഭാവികമായ ന്യായീകരണം മാത്രം. അങ്കിള് ഒരിക്കലും ഒരു കാരണത്താലും ആന്റിയിലെ കുറ്റം കണ്ടെത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അഖില എന്ന എന്റെ ഭാര്യയോടുള്ള അന്ധമായ സ്നേഹം കൊണ്ടുണ്ടായതല്ല. അഖിലയുടെ വ്യക്തിത്വത്തിലും സ്വഭാവ മഹിമയിലും എനിക്ക് മതിപ്പുണ്ട്. അവളെ എനിക്ക് 100% വിശ്വാസമാണ്. അതുകൊണ്ടാണ്. കല്യാണിയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ചത് ഏത് സ്വഭാവ മഹിമ കൊണ്ടാ? എന്ത് നന്മയാ അതിലുള്ളത്? അഖില ഇത്രയും നീച
നീചമായ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ മനുഷ്യത്വത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും എനിക്കറിയാം. എനിക്ക് മാത്രമേ ഏറെ അറിയാവൂ. ആയിരക്കണക്കിന് പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നവളാകില്ല. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമൂഹത്തിൽ പ്രശസ്തി നേടാനൊന്നുമല്ല. കാരണം അവൾ ഇടത് കൈ അറിയാതെ വലത് കൈകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അകന്നു നിന്ന് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഏതായാലും ഈ കുടുംബത്തിലുള്ളവർ ഇന്നുവരെ ഇല്ലാത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. അത് തരണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ മോള് പോകരുത്. ആനന്ദിന് കല്യാണിയിൽ ജനിക്കാൻ പോയ കുഞ്ഞ് തൃച്ചംബരത്തെ അടുത്ത തലമുറയിലെ മൂത്താനന്തരാവകാശിയായിരുന്നു. ആ കുഞ്ഞിനെ അഖില നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനവൾ അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ അഖിലയ്ക്ക് മാത്രമേ കഴിയൂ. അഖില വരട്ടെ. ഈ അവസ്ഥയിൽ ഇപ്പൊ മോൾ കൂടെ ഇവിടെ കൊണ്ട് പോകരുത്. ഇതൊരു അപേക്ഷയാണ്. അകത്തേക്ക് പോ. അങ്കിൾ എന്നെ വിളിക്കുന്നത് ആത്മാർത്ഥതയോടാണെങ്കിൽ മോള് എന്നെ അനുസരിക്കും. കല്യാണി, കല്യാണി, എന്താ വിളിഞ്ഞേ? ദേ തിരക്കി പിടിച്ചെത്തിയിട്ടുണ്ട് അവതാരം. വിലാസിനി ഇളയമ്മ. അയ്യോ എന്റെ മോനെ ആനന്ദേ, നിങ്ങൾ ഇവിടെ ആയിരുന്നോ? ഒരു ഊഹം വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരക്കി വന്നതാ. ഈ പൊട്ടം പട്ടരുടെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ എന്തോരം പാടുവിട്ടു. ആദ്യം ആ അഗ്രഹാര തെരുവ് മുഴുവൻ ഞാൻ കേറി ഇറങ്ങി. ഒടുവില കുഞ്ഞാനിവിള അമ്പലത്തിലെ തിരുമേനിയെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് സുബ്രഹ്മണ്യം പോറ്റി താമസിക്കുന്നത് ദേ ഇവിടെയാന്ന്. അയ്യേ, എന്റെ മോനെ ആനന്ദേ, കാര്യം ഞാൻ വല്ലപ്പോഴൊക്കെ നിങ്ങളോട് വഴക്കുണ്ടാക്കുമെങ്കിലും നിങ്ങളെയൊക്കെ കാണാതിരിക്കുമ്പോ എനിക്ക് എന്തൊരു സങ്കടമാണെന്നറിയോ? ഉള്ളിലൊരു പെടച്ചിലും നീറ്റലും ഒക്കെയാ. അത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ. നീ ചേച്ചിയോട് പിണങ്ങി ഔട്ട് ഹൗസിൽ പോയി താമസിക്കുമ്പോഴും ദിവസം 2 നേരം വെച്ച് ഞാൻ ആ ടെറസിൽ വന്ന് നിന്ന് നിങ്ങളെ ഉറ്റുനോക്കുമായിരുന്നു. അതെന്തിനാ ഉറ്റുനോക്കുന്നത്? അത് പിന്നെ നിങ്ങളുടെ ഇളയമല്ലേ ഞാൻ. എന്റെ മനസ്സിൽ വിഷമം ഇല്ലാണ്ടിരിക്കൂ. അങ്ങനെ വിഷമം കൂടിയതുകൊണ്ടായിരിക്കും ഞങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഗുണ്ടകളുമായിട്ട് വന്നത്. അയ്യോ അയ്യോ, അതിപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണോ വിശ്വസിച്ചിരിക്കുന്നത്? ചേച്ചി പറഞ്ഞിട്ട് തന്നെ ഞാൻ ആ ദൈവദോഷം കാണിച്ചത്. ദാസേട്ടൻ ഇങ്ങനെ ഒരു ദുർമരണം സംഭവിച്ചിട്ടും നിങ്ങൾ എന്നെ ഇങ്ങനെ അവിശ്വസിക്കുന്നത് ശരിയല്ല. ദേ മോളെ കല്യാണി, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്താ സങ്കടം. ദേ നിന്റെ ഈ അവസ്ഥയില് കണ്ട പട്ടരുടെയൊക്കെ വീട്ടില് വന്ന അഭയാർത്ഥിയെ പോലെ താമസിക്കേണ്ടി വന്നില്ലേ? ശോ, എന്തൊരു ഗതികേടാ, എന്തൊരു നാണക്കേടാ.